പൊതുവെ നമ്പൂതിരി കുടുംബങ്ങളിലെ കുട്ടികളുടെ ജീവിതം ആൺപെൺ വ്യത്യാസമില്ലാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതമായ ലളിത ജീവിതമാണ്. ആൺകുട്ടികൾക്ക് 6 വയസ്സ് കഴിഞ്ഞാൽ ഉപനയനം, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ വേദപഠനം തുടങ്ങുകയായി. സന്ധ്യാവന്ദനം മുടങ്ങാനേ പാടില്ല. വാസുദേവൻ നമ്പൂതിരിപ്പാടിനും അതെല്ലാം മുറപ്രകാരം നടന്നു. സ്കൂൾ വിദ്യാഭ്യാസം ഒറ്റപ്പാലം NSS ഹൈസ്കൂളിൽ. BSc ബിരുദം നേടിയ ഉടനെ സൗത്ത് ഏർക്കാടിൽ ഷുഗർ കെയറിൽ അസിസ്റ്റന്റായി നിയമനം. എന്നാൽ ഈ ഉത്തരവ് ലഭിച്ചുവെങ്കിലും MScക്ക് പഠിക്കണമെന്നതുകൊണ്ട് ആ ജോലി സ്വീകരിച്ചില്ല. അച്ഛൻ്റെ മരണം കാരണം MSc പഠനവും നടന്നില്ല. 34 വയസ്സിലാണ് വേളി. വേളി നടക്കുന്ന കാലത്ത് ഉമാദേവി നാവാമുകുന്ദ സ്കൂൾ ടീച്ചറായിരുന്നു. വേളി കഴിഞ്ഞ് 10 കൊല്ലം ജോലിക്ക് പോയില്ലെങ്കിലും പിന്നീട് അനങ്ങടി ഹൈസ്കൂളിൽ നിന്നും വിരമിച്ചു. വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയുമായുള്ള ആളാണ് ഉമ എന്നാണ് ഭർത്താവിൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ജന്മം തന്നെ വിറ്റ് ആഡംബര ജീവിതം തുടങ്ങിയതും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയായതും അതിലുപരി കുടുംബാംഗങ്ങളിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സാമൂഹിക പരിഷ്കരണങ്ങളും മൂലമുണ്ടായ വഴക്കുകൾ നിലത്ത് വീഴുവാനുള്ള കാരണങ്ങളായി. കൃഷിവൃത്തിയെ ശ്രദ്ധിക്കാതെ പോയതിലുള്ള നൈരാശ്യം കൃഷി ഐച്ഛിക വിഷയമായി ബിരുദം നേടിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റബ്ബർ തോട്ടവും തെങ്ങിൻ തോട്ടവും ഡയറി ഫാമും ഒക്കെ നടത്തിയെങ്കിലും വഴിയിൽ എവിടെയോ വെച്ച് അതെല്ലാം കൈമോശം വന്നു. വിധിയാണോ ഉത്തരവാദി? ഒന്നും നിശ്ചയമില്ല. കേരളപ്പിറവിക്ക് മുൻപ് നൂറ്റാണ്ടുകളായി ജ്വലിച്ചു നിന്നിരുന്ന ഒട്ടനവധി നമ്പൂതിരിമാർക്കും കുടുംബങ്ങൾക്കും ഭൂരിപക്ഷകരണവും സ്വത്തവകാശങ്ങളും സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളുടെ നൂലാമാലയിൽ കുരുങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബവും എന്നെളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു തരം കൊണ്ട് അദ്ദേഹം തൃപ്തിയായിട്ടില്ല. തനതു മുതൽ കൈമോശം വരാതിരിക്കുവാനും അന്യാധീനപ്പെടാതിരിക്കുവാനും മറ്റുമായി സ്വന്തം തറവാട്ടിലുള്ളവർക്കെതിരെ തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് നോക്കിയെങ്കിലും അതിതുവരെ ഗുണം ചെയ്തില്ല. ആഢ്യത്വവും സമ്പന്നതയും സ്ഥാനമഹിമയും കിരീടം ചാർത്തിയ പഴയ നാളുകളിൽ നിന്ന് ഇന്നത്തെ വളരെ സാധാരണമായ ഒരു നിലയിലേക്ക് വഴുതി വീണതിൻ്റെ കാരണങ്ങൾ സമചിത്തതയോടെ സ്വയം വിമർശകാത്മകമായി ആലോചിച്ച് നോക്കുവാനും അത് പറയുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യവും ആർജവും എന്ന വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തി. മോഹങ്ങളോ മോഹഭംഗങ്ങളോ വർണ്ണപ്പകിട്ടുകളോ ഒന്നും തൊട്ടുതെളിയിടാത്ത വളരെ വ്യക്തമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഭൂപരിഷ്കരണ നിയമത്തിനെ വായിച്ചറിയുകയോ തൊട്ടറിയുകയോ ചെയ്തവരല്ല വരിക്കാശ്ശേരിയിലെ ഇന്നത്തെ തലമുറ. കൊണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾക്ക് മൂർച്ചയും കൂടും. മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്. പക്ഷേ റബ്ബർ തോട്ടങ്ങളിലെ ഭൂരിപരിധിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കൃഷിഭൂമി കൃഷിക്കാരന് നൽകുന്ന നയം എത്രത്തോളം നടപ്പായി? വടക്കേ മലബാറിലും കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലും കശുമാവ് തോട്ടങ്ങൾ നാശമായത് ശരിയായി എടുക്കുവാൻ 10-30 വർഷങ്ങൾ വേണ്ടി വന്നില്ലേ? 100-150 പറ നെല്ലോ പാട്ടം കിട്ടുന്ന ആളും ജന്മിയായി. ജന്മികളായി മുദ്രകുത്തപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിച്ചു പോയത് പോലുമില്ല. കൃഷിഭൂമി കർഷകന് തന്നെ ലഭിച്ചപ്പോൾ നെൽകൃഷി കൂടിയോ കുറഞ്ഞുവോ? പലർക്കായി വീതിച്ചു കിട്ടിയ തുണ്ടം തുണ്ടുമായ കൃഷിഭൂമിയിൽ ഇന്ന് നെല്ലിനു പകരം കോൺക്രീറ്റ് വീടുകളാണ് ഉണയുന്നത്. കൃഷി ഇറക്കുവാനുള്ള ഭാരിച്ച ചെലവും നെല്ലിൻ്റെ വിലക്കുറവും നാണ്യവിളകളുടെ താരതമ്യേനയുള്ള ചെലവും അതിൻ്റെ അധിക വിലയും കാലാവസ്ഥ പിഴവുകളും വൈറ്റ് കോളർ ജോലിയോടുള്ള അമിത ആരാധനയും എല്ലാം കൂടി കേരളത്തിൻ്റെ നെൽകൃഷി സംസ്കാരത്തിന് തന്നെ കാതലായ മാറ്റം വന്നില്ലേ? ഒന്നാലോചിച്ചാൽ പ്രത്യക്ഷമായ ഈ മാറ്റങ്ങൾക്കുപരി കേരളത്തിൻ്റെ സാംസ്കാരിക കാർഷിക സാമ്പത്തിക സംസ്കാരത്തിൽ അടിസ്ഥാനപരമായ പരിവർത്തനങ്ങൾക്കു തന്നെ ഭൂപരിഷ്കരണ നിയമം കാരണമായിട്ടുണ്ട്. മഴവെള്ളം മുഴുവൻ കടലിലേക്ക് ഒഴുകിപ്പോകാതെ മണ്ണിൻ്റെ ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്തുക എന്നത് തന്നെ നമ്മുടെ നെൽപ്പാടങ്ങളായിരുന്നു. അധ്വാനം കൂടപ്പിറപ്പായ കാർഷിക വൃത്തി കുറഞ്ഞു വന്നതോടുകൂടി പ്രമേഹവും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒക്കെയായി. ആരോഗ്യരംഗത്ത് പോലും ഇതിൻ്റെ മാറ്റങ്ങളില്ലേ? എല്ലാരോർമ്മ അമർഷത്തോടെ പുറത്തു വന്ന അഭിപ്രായങ്ങളാണിത്. അവസാനം ലോകത്തിലൊന്നും ശാശ്വതമായി കണ്ടിട്ടില്ല എന്ന വേദാന്ത ചിന്തയിൽ ഒരു സമാധാനം കണ്ടെത്തുകയാണ് അദ്ദേഹം. ഞങ്ങളുടെ അടുത്ത യാത്ര ഒറ്റപ്പാലത്തിനടുത്താണ്. ആനമലയുടെ താഴ്വാരത്തിലുള്ള കീഴൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. അവിടെയാണ് വരിക്കാശ്ശേരിയിലെ കുഞ്ഞിക്കാവ് തമ്പുരാൻ എന്ന രവി നമ്പൂതിരിപ്പാടും കുടുംബവും താമസിക്കുന്നത്. ഇദ്ദേഹവും 6ാമത്തെ മകനാണ്. മനുഷ്യരിൽ നിന്ന് വാണിയകുളവും കോതകുർശിയും അതുവഴി അനങ്ങനയിടയിലെത്തുമ്പോൾ അതാ നിൽക്കുന്നു നമുക്ക് തൊട്ടു മുൻപിൽ. അതിലുറപ്പുമുള്ള എല്ലാ കാഴ്ചകളും മറച്ചിട്ടുണ്ട്. ഒരു കൂറ്റൻ പാറക്കെട്ട് നിശ്ചയദാർഢ്യത്തിൻ്റെ നീക്കുപോയിക്കില്ലായ്മ മൂർത്തീകരിച്ച പോലെ, പ്രകൃതിയുടെ അമാനുഷിക ശക്തിയുടെ പ്രതീകം പോലെ, മരണങ്ങളോ ഇലകളോ ചെടികളോ ഒന്നുമില്ലാതെ മിനുസമുള്ള പാറക്കെട്ടുകളുമായി അനങ്ങൻ മല.
കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ പാറക്കെട്ടുകൾ തന്നെ പല രൂപങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. കുറച്ചു നേരം അവിടെ നിന്നൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ സങ്കല്പത്തിലും അരങ്ങന്മലയിൽ പല രൂപങ്ങളും കാണാം. അച്ഛൻ ഉണ്ണി നമ്പൂതിരിപ്പാട് പാറകളുടെ മുകളിൽ ഒരു ആനപ്പുരം നടത്തിയ കാര്യം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖകളിൽ വായിച്ചു തോർക്കുന്നില്ലേ? ആന അങ്ങോട്ട് കയറിയില്ല. പകരം അവിടുത്തെ വലിയ പാറകളിൽ നെറ്റിപ്പട്ടം ചാർത്തി പന്തവും മേളവുമൊക്കെയായിട്ട് രാത്രിയിൽ താഴെ നിന്ന് നോക്കിയാൽ ശരിക്കും ആനപ്പുറത്തട്ടാണ് എഴുന്നള്ളിപ്പ് എന്ന് തോന്നും. 1941 അത് കഴിഞ്ഞ് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അനങ്ങന്മലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ആനപ്പൂരത്തിൻ്റെ വെടിക്കെട്ടാണത് കാരണമായിരുന്നെന്നായിരുന്നു ജനസംസാരം. ഈ സമതല ഭൂമിയിൽ എവിടെ നിന്ന് വന്നു ഈ ഒറ്റയാൻ പാറക്കെട്ടെന്ന് നാം അതിശയിച്ചു പോകും. 1293 അടി ഉയരമാണ് അനങ്ങന്മലയ്ക്ക്. എത്ര കാലം പഴക്കമുണ്ടായെന്നറിയണം. ആയിരം വർഷങ്ങളിലൂടെ പാറക്കല്ലിൽ പ്രകൃതി കുത്തിവെച്ച ഒരു മഹാശില്പം. ഈ മലയിൽ വിശേഷമായ മരുന്ന് ചെടികളും ഉണ്ടെന്നാണ് ശ്രുതി. പണ്ട് ഹനുമാൻ സേതു ബന്ധിക്കുവാൻ വേണ്ടി ഈ മല പൊക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പൊങ്ങിയില്ലത്രേ. അങ്ങനെയാണ് അനങ്ങന്മല എന്ന പേര് വന്നതെന്നും ഒരു കഥയുണ്ട്. മലയിൽ ഒരു ഗുഹയും അതിനടുത്ത് ഇടിഞ്ഞുപോയ ഒരു പഴയ ക്ഷേത്രവും കുളവും ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നുള്ളത് വെള്ളം പറ്റാത്ത ഒരു കിണർ മാത്രമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അടുത്ത വർഷങ്ങളിലായി പാലക്കാട് DCPG അനങ്ങന്മലയെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചില വികസന പദ്ധതികളെ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അനങ്ങന്മലയുടെ കൂടെ ഒരു കൂനന്മലയുമുണ്ട്. കീഴൂരിലെ ഇല്ലത്തെത്തണമെങ്കിൽ അനങ്ങന്മലയുടെ ഓരത്തുള്ള റോഡിലൂടെ മലയെ വലം വെച്ച് പോകണം. ചുരുക്കത്തിൽ അനങ്ങന്മല തീർത്തു തരുന്ന സുരക്ഷയും സൗഹൃദവും ആ ഇല്ലത്തെത്തുവോളം നമുക്ക് കിട്ടുന്നുണ്ട്. തെങ്ങിൻ തോപ്പുകളും റബ്ബർ എക്സ്റ്റേറ്റുകളും നിറഞ്ഞ ഗ്രാമീണത ഒട്ടും വിട്ടുമാറത്തിട്ടില്ലാത്ത ഒരു നാട്ടിൻപുറത്താണില്ല. ഈ മലകളും ചുറ്റുമുള്ള കാടുകളും വരിക്കാശ്ശേരിയുടേതായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ വരുന്ന കാടുകളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ പ്രദേശം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നാണ്. ഇല്ലത്തേക്കുള്ള ഗേറ്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് കാണാറുള്ള കാഴായിക കഴകളാണ്. വരിക്കാശ്ശേരി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ രവി നമ്പൂതിരിപ്പാടിന് ഇല്ലത്തെ ഓർമ്മകളിൽ കുത്തിവെച്ചൊഴിച്ചതുപോലെ തോന്നും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൈമോശം വന്ന ഒരു വിദൂര സ്വപ്നകാലമാണത്. പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ച് നഷ്ടബോധമൊന്നുമില്ല. കാലത്തിനനുസരിച്ച് നീങ്ങുവാൻ ഒട്ടും വിഷമമില്ലാത്ത മനസ്സുണ്ട് രവി നമ്പൂതിരിപ്പാടിന്. കിഴക്കിനിയിലിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ മരം കൊണ്ടുള്ള ഒരു വട്ടമേശയുടെ അടിയിലുറപ്പുള്ള പാമ്പിന്റെ രൂപത്തിലുടക്കി. പൂമുഖം പണിത ശങ്കരനാചാര്യരുടെ പണിയാണത്രേ. മരം കൊണ്ടുള്ള ഒരു പാമ്പ് കൂടി ഉണ്ടായിരുന്നു. അത് കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കയ്യിലുണ്ട്. നടുമുറ്റത്ത് നാട്ടിയ മുളക്കുമ്പിൽ കെട്ടിയ ആയിലിൽ നേന്ത്രപ്പഴങ്ങൾ ഉണങ്ങുവാൻ തൂക്കിയിട്ടിരിക്കുന്നു. നേന്ത്രപ്പഴം സുഭിക്ഷിതമാകുമ്പോൾ ധാരാളം വെയിൽ കിട്ടുന്ന സമയത്ത് ഉണക്കി സൂക്ഷിക്കാറുണ്ടെന്ന് ആത്തോമ്മമാർ പറഞ്ഞു. തെക്കിനിയിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും സംശയം വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരമാകെ വടക്കിനിയിൽ അഴികൾക്ക് പിന്നിലിരുന്ന് ആത്തേന്മാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ 4 നമ്പൂതിരിപ്പാടുമാരുടെയും വീടുകളിൽ പോയെങ്കിലും നമ്പൂതിരി സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് രവി നമ്പൂതിരിപ്പാടിന്റെ ഇല്ലത്താണെന്ന് തോന്നുന്നു. കുട്ടിക്കാലം മുതൽക്കേ ചിരിപരിചിതമായ അന്തരീക്ഷത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ടി വരാതിരുന്നതിനാലാവാം. കൊച്ചി രാജവംശത്തിന്റെ പടയൊരുക്കത്തിനെ പറ്റി വരിക്കാശ്ശേരിയിലെ ഒരു ഉണ്ണി മുൻകൂട്ടി അറിയിച്ചതിന്റെ ശേഷം സന്തോഷത്തിന് ധാരാളം സ്ഥാനമാനങ്ങളും സ്വത്തുവകയും നൽകിയതായി പറഞ്ഞുവല്ലോ. അതിലൊന്നാണ് കീഴൂരിൽ ഏതാണ്ട് 6 ഏക്കറിലുള്ള ഈ 4 കെട്ട്. ഈ 4 കെട്ടിന്റെ സൗന്ദര്യം മുഴുവൻ കിടക്കുന്നത് നടുമുറ്റത്ത് നിന്ന് കിഴക്ക് ഭാഗത്തുള്ള കുറച്ച് പടികളിൽ ഇറങ്ങിയാൽ കാണുന്ന വലിയ ചിറയിലാണ്. 2 ഏക്കർ 7 സെന്റിലായി പരന്നു കിടക്കുന്ന ചിറ കാണേണ്ട കാഴ്ച തന്നെ. ചിറയുടെ തെക്കുവശത്ത് കുത്തനെ ഉയർന്നു നിൽക്കുന്ന അനങ്ങൻ പാറക്കെട്ടുകൾ, താഴ്വാരത്തിലെ സാന്ദ്രമായ പച്ചപ്പ്, ചിറയുടെ വടക്കേ ഭാഗത്ത് പച്ചപ്പിന് അതിർത്തി നിർണയിച്ചുകൊണ്ടുള്ള ഇളം വൈറ്റ് നിറത്തിലുള്ള പുഷ്പക്കുലികളിലുമായി നിൽക്കുന്ന ശ്രീമണച്ചിടികം, അതിനിടയ്ക്ക് പച്ച പൊതിച്ച പാടവും പിന്നെ കൂനന്മലയും, ചിറയുടെ വിസ്തൃതമായ മാറിൽ മുഖമൊളിച്ചു നിൽക്കുന്ന നീലാകാശവും വെള്ള മേഘക്കെട്ടുകളും. വലിയൊരു ക്യാൻവാസിൽ പ്രകൃതി വരച്ചിരുന്ന അതിസുന്ദരമായ ഈ വർണ്ണചിത്രം അതീവ ഹൃദയം തന്നെ. വരിക്കാശ്ശേരിയിലെ വസന്തകാലവും അച്ഛനമ്മമാരുടെ സ്നേഹലാണലുകളും വേദപഠനവും ആനപൂര തോളാൻമാ മേളക്കാമ്പവും ആടിത്വവും സമ്പന്നതയും ഐശ്വര്യവും സമൂഹത്തിൽ ഒരുക്കിയെടുത്ത ഉയർന്ന സ്ഥാനമാനങ്ങളും ആദരവും എല്ലാം രവി നമ്പൂതിരിപ്പാടിനെ ഇപ്പോഴും ഗ്രഹദാരുതയോടെ ഓർക്കുന്നു. പക്ഷെ ആ നല്ല കാലം എങ്ങനെ നഷ്ടപ്പെട്ടുവെന്നോ അതിനു പിന്നിലുള്ള രാഷ്ട്രീയ സാമൂഹിക പരിഷ്കരണങ്ങളോ ഒന്നും തന്നെ രവി നമ്പൂതിരിപ്പാടിന്റെ സംഭാഷണത്തിൽ വന്നില്ല. മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇപ്പോഴും ഒരു തമ്പുരാനാണെന്ന് തോന്നും.
പ്രായമൊട്ടും തളർത്തിയിട്ടില്ലാതെ മനസ്സും ബുദ്ധിയും രവി നമ്പൂതിരിപ്പാടിനുണ്ട്. വാക്കുകളുമായി സല്ലാപത്തിലാണിപ്പോഴും. സംസ്കൃതത്തിൽ ശബ്ദത്തിനാണ് അർത്ഥം. ശബ്ദങ്ങളിലൂടെ കുറേയധികം മലയാള വാക്കുകളുടെ അർത്ഥം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. അത് സംബന്ധിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകം അച്ചടിയിലാണ്. കിഴൂരിലെ ഈ ഇല്ലത്തേക്കുള്ള ഗ്രാമീണ റോഡിൽ കൂടി വീണ്ടും കുറച്ചു ദൂരം കിഴക്കോട്ടു പോയ ശില്പി തമ്പുരാൻ എന്ന ഓമന പേരുള്ള കാവു തമ്പുരാൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ വീടായി. അതായത് മൂന്നാമത്തെ മകൻ. മനുഷ്യരിക്കാർ അവരുടെ ഗ്രാമീണ ശൈലിയിൽ വിളിച്ചിരുന്ന പേര് ബൊമ്മത്തമ്പുരാൻ എന്നാണ്. പ്രതിമകൾ അവർക്ക് ബൊമ്മകളാണ്. വീട് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇന്ന് സാധാരണക്കാരന്മാരുള്ള ഒരു നല്ല സിമന്റ് കെട്ടിടമാണത്. കീഴൂരിലെ ഇല്ലത്തിൻ്റെ അന്തരീക്ഷത്തിലും എന്ന് സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ. പക്ഷേ പച്ചില പടർപ്പും കുഞ്ഞിണാങ്കുരുവിക്കൂടും ഒക്കെയുള്ള പൂമുഖം അകത്തൊരു കലാഹൃദയമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള അധിക താല്പര്യവുമോ ഉത്കണ്ഠയോ ഒന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ പൊതുവെയുള്ള ശാന്തപ്രകൃതത്തിന് ഇളക്കം തട്ടുന്നതായി തോന്നിയില്ല. രവി നമ്പൂതിരിപ്പാടും കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. രണ്ടുപേരും ഇപ്പോഴും വളരെ സന്തോഷത്തോടെ തന്നെ വരിക്കാശ്ശേരി മനക്കാലത്തെ ജീവിതത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നു. ജീവിത നദി വഴിമാറി ഒഴുകുന്നുവെങ്കിലും പണ്ടത്തെ ആ നല്ല ജീവിതത്തിൻ്റെ പൂർണ്ണത അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അതാണല്ലോ യാതൊരു പരാമതിയോ പരിഭവമോ പെരുമാറ്റത്തിലും വാക്കുകളിലും തെളിയിരിക്കുന്നത്. ഇന്നത്തെ ജീവിതവും വേറൊരു തരത്തിലുള്ള ഹൃദയമായതും ഒരു കാരണവുമായിരിക്കും. ഒറ്റപ്പാലത്തെ സമതല പ്രദേശത്ത് അതിശക്തനായ അനങ്ങന്മല എങ്ങനെ വന്നുപെട്ടെന്ന് അത് അതിശയിക്കുന്നത് പോലെ വരിക്കാശ്ശേരിയിലെ സമ്പൽ സമൃദ്ധിയുടെയും ഔന്നത്യത്തിൻ്റെയും നാളുകളിൽ വേദത്തിൻ്റെയും ഓത്തിൻ്റെയും ബ്രാഹ്മണ വഴികൾ വിട്ട് ഈ ഒരു നമ്പൂതിരിപ്പാട് ശില്പിയായി മാറിയത് വേറിട്ട ഒരു കാഴ്ച തന്നെ. വാസനബലം തന്നെയായിരിക്കും. ഓലമേഞ്ഞ ഒരു ഷെഡാണ് ശില്പിത്തമ്പുരാൻ്റെ പണിസ്ഥലം. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കളിമണ്ണ്, ബ്രഷുകൾ, സ്പ്രേയർ ഇതൊക്കെയാണ് പണിക്കോപ്പുകൾ. നന്നേ കുട്ടിക്കാലത്ത് തന്നെ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് ചിത്രരചനയിൽ കമ്പമായിരുന്നു. ഇദ്ദേഹം കൊല്ലവർഷം 1100 മേടം 1-ാം തീയതി വിഷു ദിവസമാണ് ജനിച്ചത്. ഗ്രഹങ്ങൾ 3 ഉച്ചത്തിലുണ്ട്. പക്ഷേ പൂർണ്ണമായി അനുഭവിക്കുവാൻ യോഗ്യമില്ലേ. അന്നായിരുന്നു അത്ര ജ്യോതിഷ പ്രവചനം. കല്ലിലും മണ്ണിലും മണലിലും തമ്പുരാൻകുട്ടി നൈസർഗികമായ വാസന പല രൂപത്തിലും പ്രകടമായിരുന്നു. തുടരും.